ക്യാരറ്റ് കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ ചിക്കൻ ഒന്ന് നമുക്ക് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. അത് ഞാൻ ഇവിടെ ചിക്കനിൽ ചേർത്തിരിക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ കടലപ്പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം 1 മണിക്കൂർ വെച്ചാലും മതി. ഞാൻ തലേദിവസം ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ചെറുതായി ഓയിലിൽ മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നാൽ ഉള്ളിൽ നന്നായി വെന്തിട്ടുണ്ടാവണം. അധികം ഡ്രൈ ആക്കി എടുക്കണ്ട. അധികം വല്ലാതെ ഉണങ്ങിപ്പോവരുത്. അത്യാവശ്യത്തിന് വേവുന്ന ഒരു പാകത്തിന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അത് വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തത്. എല്ലാം ഫ്രൈ ചെയ്തെടുത്ത ശേഷം സെയിം ഓയിലിൽ തന്നെ നമുക്ക് ക്യാരറ്റ്, വെളുത്തുള്ളി, ഇഞ്ചി കുറച്ച് മതി അത് ചതച്ചത്, അതുപോലെ തന്നെ സവോള, പിന്നെ ഒരു 2-3 പച്ചമുളക്, ആവശ്യത്തിന് എരിവിന് വേണ്ട പച്ചമുളക് എല്ലാം കൂടി നമുക്ക് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാലപ്പൊടി, ഒരു നുള്ളു കുരുമുളക് പൊടി, എല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കാം. ഒരുവിധം വാടി വന്നതിന് ശേഷം ഞാനതിലേക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു തക്കാളിയുടെ കുറച്ച് ഭാഗം ചേർത്തിട്ടുള്ളൂ, ബാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചിക്കനും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നാളികേരപ്പാൽ ഒഴിക്കാം. ഞാൻ നല്ല കട്ടിയുള്ള നാളികേരപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പാൽ തന്നെ എടുത്തിട്ടാണ് ഒഴിക്കുന്നത്. വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. എന്ന് വെച്ചാൽ ഫസ്റ്റ് പാലിൽ കുറച്ച് നാളികേരത്തിൽ കുറച്ച് വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്തതാണ്. അത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം തിളയ്ക്കാൻ അനുവദിക്കാം. ചിക്കൻ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഒരു 3 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട് നന്നായി അരച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാഷ്യൂ നട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിയ ശേഷമാണ് ഞാൻ അരച്ചത്. അപ്പോൾ ഗ്രേവി നല്ല തിക്കായി കിട്ടാനും കുറച്ചുകൂടി ടേസ്റ്റി ആവാനും കാഷ്യൂ നട്ട് നല്ലതാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. മല്ലിയില കുറച്ച്, ഇപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച തക്കാളി മുകളിൽ വെച്ച് കൊടുക്കാം. തക്കാളി ഞാനിതിൽ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. അതിൻ്റെ കുറച്ച് ഭാഗം നേരത്തെ നമ്മൾ സബോളയൊക്കെ വഴറ്റിയപ്പോൾ അതിലിട്ട് കൊടുത്തിരുന്നു. ഇത് അവസാനം ഞാൻ കുറച്ചുകൂടി ഇട്ടെന്നുള്ളൂ. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് തന്നെ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഈ റെസിപ്പിയിലേക്ക് ക്യാരറ്റ് എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ അതേ സെയിം അളവിലാണ്. അതുപോലെ കൂടുതൽ എരിവ് വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. ഉപ്പ് അതൊക്കെ ബാലൻസ് ചെയ്ത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഞാൻ അതിനെക്കുറിച്ചുള്ള അളവൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ പിന്നെ അതിൽ ഞാൻ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നീട് മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല. അത് ശ്രദ്ധിക്കുക.